السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والسلام على عباده النعمة أما بعد. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പരിശുദ്ധവും പരിപാവനവുമായ റജബിന്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും നമ്മൾ ചില ദിക്റുകൾ, ദുആകളാണ് പഠിക്കുന്നത്. ഇന്ന് പരിശുദ്ധവും പരിപാവനവുമായ റജബിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ നടന്നു പോകുന്ന, സഞ്ചരിക്കുന്ന 10ലാണ് നാം ഉള്ളത്. എല്ലാ മാസത്തിനും 30 ദിവസമുണ്ടെങ്കിൽ 3 10കളായിട്ടാണ് തിരിക്കപ്പെടുക. ആ റജബിന്റെ ആദ്യ 10ന്റെ പവിത്രതയും അതിന്റെ മഹത്വവും മനസ്സിലാക്കിയാൽ റജബിന്റെ മുഴുവൻ മഹത്വവും അള്ളാഹു നമുക്ക് കരഗതമാക്കാൻ കഴിയുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. നമ്മെ സംബന്ധിച്ചിടത്തോളം റജബ് റമളാനിലേക്കുള്ളൊരു ചവിട്ടുപടിയാണ്. ശഅബാൻ റമളാനിലേക്കുള്ളൊരു വാതിലാണ്. അതിലൂടെയാണ് റമളാനിന്റെ പൂർണ്ണ പ്രതിഫലം നമുക്ക് കരഗതമാക്കാൻ കഴിയൂ. എന്റെ പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ റജബിൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ഇന്നലെയും മെനങ്ങാന്നുമായി നമ്മൾ പഠിച്ചിരുന്നു. ആ റജബ് നമ്മൾ പരിഗണിക്കണം. റജബുൻ ഷഹ്റുല്ലാ, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. ആ അള്ളാഹുവിന്റെ മാസത്തിൽ അക്സറു സവാബൻ മിൻ ഇൻദില്ലാ, ചെയ്യുന്ന ഓരോ പ്രതിഫലങ്ങൾക്കും അള്ളാഹു നന്മകൾ ഇരട്ടി 700ഉം 70ഉം 700ഉം 7000ഉം 70,000-ത്തിലധികം പ്രതിഫലങ്ങൾ ഒരു അടിമയ്ക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും നല്ല സുന്ദരമായ മാസമാണ് റജബ്. ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ജോലിക്കാരൻ നിൽക്കാന്ന് വിചാരിക്കാം. നമ്മുടെ ജോലിക്കാരൻ നിൽക്കാം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് നമ്മൾ പോവാണ്. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമുക്കറിയാവുന്ന നമ്മളൊരു പരിചയക്കാരൻ, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഭക്ഷണം വിളമ്പുന്ന ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് വേറൊരു സ്ഥലത്തിരുത്താണ്. സാധാരണ ആളുകൾ ഇരുത്തുന്ന സ്ഥലത്ത് ഇരുത്തിയേക്കാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? അദ്ദേഹത്തെ ഇഞ്ഞ് വിട്ടേക്ക്, ഇത് എന്റെ ആളാ, ഇഞ്ഞ് വിട്ടേക്ക്, കടത്തി വിട്ടേക്ക്, ഇഞ്ഞ് മാറ്റി കൊണ്ടുപോവാ, ഇഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോവാ എന്ന് നമ്മൾ പറയും. അതുപോലെ പരിശുദ്ധമായ റജബിനെ പരിഗണിക്കുന്ന പറഞ്ഞാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ അതെന്റെ അടിമയാണ്, അതെന്റെ അതിഥിയാണ്, ഇങ്ങ് വിട്ടേക്ക്, എന്റെ മാസത്തെ പരിഗണിച്ചവനാണെന്ന് പറയുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ, ഈ പരിശുദ്ധമായ റജബിൽ ഒരു സുബ്ഹാനല്ലാഹ്ക്ക് പോലും, ഒരു അസ്തഗ്ഫിറുല്ലാഹ്ക്ക് പോലും ഒരുപാട് പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹ് തരുമെന്നാണ്. അതുപോലെ നേരെ മറുവശം കൂടിയുണ്ട്. ഈ റജബിൽ ഒരു തെറ്റ് ചെയ്താൽ ഏറ്റവും അക്സറു ഇഖാബ മിൻ ഇൻദില്ലാ, അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് അധികരിച്ച ശിക്ഷ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു ആദരിച്ച മാസത്തെ പരിഗണിക്കാതിരുന്നാൽ, അള്ളാഹു ബഹുമാനിച്ചതിനെ പരിഗണിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അധികരിച്ച ശിക്ഷ നമുക്ക് കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുക ചെറിയ ദുആകളാണ്. എന്താണ് ആ ദുആ? നമ്മളിന്ന് പഠിക്കുന്നത്, ആരെങ്കിലും ഈ പരിശുദ്ധമായ റജബിൽ അസറിന് ശേഷം ആരെങ്കിലും ഈ ദുആ 2 കരങ്ങൾ ഉയർത്തി, വെറുതെ പറഞ്ഞാൽ പോരാ, 2 കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഈ ദുആ പറഞ്ഞാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, അവൻ സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കൂല. അവന്റെ പാപങ്ങളെല്ലാം നമ്മൾ ഈ പേപ്പർ തീ കത്തിക്കുമ്പോ കരിഞ്ഞു പോകുന്നത് പോലെ, ഇലകൾ ഉണങ്ങിയ ഇലകൾ കരിഞ്ഞു പോകുന്നത് പോലെ, തീയിടുമ്പോ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നത് പോലെ അവന്റെ പാപങ്ങൾ കരിഞ്ഞു പോകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന അത്ഭുതത്തിന്റെ ഒരു ദുആ. ഏതാണ് ആ ദുആ? ആ ദുആയാണ് സ്ക്രീനിൽ കാണുന്നത്. കേട്ടോളിൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദൻബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അ വലാ മൗതൻ വലാ ഹയാത വലാ നുശൂറാ. ഒന്നുകൂടി കേട്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദൻബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഇതാണ് അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചവനെ, എല്ലാ പാപങ്ങളും നിന്നിലേക്ക് ഞാൻ ഏറ്റുപറയുകയാണ്. എന്റെ പാപങ്ങൾ പുറത്തു തരണം.
തരണം. അല്ലതി എങ്ങനെയുള്ള പടച്ചവൻ? ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്ന ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹെന്ന് ഞങ്ങൾ പഠിച്ച ആ റബ്ബ് പടച്ചവൻ എന്നോട് പറയാണ്, ഗഫാറു ദൻബി, എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കുന്നവനാണ്, വസത്താറുൽ ഉയൂബി, ന്യൂനതകളെ മറച്ചു വെക്കുന്നവനാണ്, വഅതൂബു ഇലൈഹി, നിന്നിലേക്ക് ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, തൗബത അബ്ദിൻ ളാലിമിൻ, അക്രമിയായ ധിക്കാരിയായ ഒരു അടിമ ഏറ്റുപറയുന്ന ഒരു പാപമോചനമായി നീ കാണണം പടച്ചവനെ. അല്ലാഹുവേ, ഒരു പ്രയോജനമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത, ജീവിതത്തിലും മരണത്തിലും അല്ലാഹുവേ ഒരു കാര്യങ്ങളുമില്ലാത്ത ആ പാപങ്ങളെല്ലാം പടച്ചവനെ നീ പുറത്തു തരണേ എന്നാണ്. ലാ യംലികു, ഉടമസ്ഥപ്പെടുത്തൂല, ലറൻ, ഒരു ബുദ്ധിമുട്ടിനെയും, വലാ നഫൻ, ഒരു പ്രയോജനത്തെയും, വലാ മൗത്തൻ, മരണത്തെയും, വലാ ഹയാത്തൻ വലാ നുശൂറ, അള്ളയാണ് എല്ലാം. നമുക്കൊരു കഴിവില്ല. ഈ ദുആ എന്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 വട്ടം അല്ലെങ്കിൽ ഒരു 7 വട്ടം, ഒരു 11 വട്ടം, ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഈ ദുആ നമ്മൾ ഇന്ന് മുതൽ പതിവാക്കണം. നമ്മുടെ പാപങ്ങൾ കരിഞ്ഞു പോകുമെന്നാണ്. മാത്രമല്ല ഇനിയോ, ഇത് അസ്ർ കഴിഞ്ഞിട്ടാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് 70 തവണ ഒരു മനുഷ്യൻ ഇരു കരങ്ങൾ ഉയർത്തി ഇത് ദുആ ചെയ്താൽ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. എത്ര മിനിറ്റ് വേണം? 70 തവണ ചൊല്ലിയ നരകം സ്പർശിക്കൂലെന്നാണ്. ഈ റജബിൽ നമ്മൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയാണ്. നരകം അവനെ സ്പർശിക്കൂല. 70 വട്ടം ഈ ദുആ ചൊല്ലിയാൽ എത്ര സമയം? അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ, പടച്ചവനെ നീയാണ് പുറത്തു കൊടുക്കുന്നവൻ, നീയാണ് കരുണ ചെയ്യുന്നവൻ, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് എന്നർത്ഥം വന്ന ഈ ദുആ 70 വട്ടം ചൊല്ലിക്കോളി. മാത്രമല്ല ഇനിയോ, നമ്മൾ വേഗം പറഞ്ഞു പോവാണ്, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. അതുപോലെ ഈ 10 ദിനരാത്രങ്ങളിലും, ഇന്നിപ്പോ നമുക്ക് പരിശുദ്ധമായ റജബിന്റെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരാണ്. ഇന്ന് 2ാമത്തെ പകലാണ്. ഇന്ന് മുതൽ ഈ ഇനിയുള്ള 8 ദിവസങ്ങൾ നമ്മൾ ചൊല്ലാനുള്ളത് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം 100 വട്ടം ചൊല്ലണം. വളരെ പ്രതിഫലം. ഇത് ഈ ദിക്ർ 10 ദിവസം പതിവാക്കുന്നവർക്ക് പ്രതിഫലം വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലാഹ് അതിന്റെ പ്രതിഫലം എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. അത്ര വിശാലമായ പ്രതിഫലമാണ് എന്റെ പ്രിയമുള്ളവരെ. അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതാണ് ഏറ്റവും മഹത്വമുള്ളത്. മറ്റുള്ള ദിക്റുകൾക്ക്, ഇസ്തിഗ്ഫാറുകൾക്ക് മഹത്വം ഇല്ല എന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്തിഗ്ഫാർ നമ്മൾ പാരായണം ചെയ്യുക. അതോടൊപ്പം ഈ പറഞ്ഞ ദുആകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചേർത്തു പിടിക്കാൻ കഴിഞ്ഞാൽ ഇതൊരു പിടിവള്ളിയാണ്. മഴവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകുന്നവൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുന്നത് പോലെ പ്രയാസ പ്രതിസന്ധികളുടെയും പാപങ്ങളുടെ കൂമ്പാരങ്ങളുടെയും നടുക്കയത്തിൽ വീണുപോയ നമുക്ക് അല്ലാഹ് ഇട്ടുതരുന്ന ഒരു കച്ചിത്തുരുമ്പാണ് ഈ റജബ്. ഇനിയൊരു റജബ് നമ്മൾ എത്ര പേരുണ്ടെന്ന് ഉറപ്പുണ്ട്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, കഴിഞ്ഞ റജബിൽ നമ്മളെ ഉമ്മ ഉണ്ടായിരുന്നു. ഈ റമളാൻ ഉമ്മയുണ്ടോ? പലരുടെയും ഉമ്മയില്ല, പലരുടെയും വാപ്പയില്ല, പലരും ഇല്ല. ചിന്തിക്കിൻ അടുത്ത ഒരു റജബ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടാവും? എന്റെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ കേൾക്കുന്ന എത്രയോ സഹോദരൻ, അടുത്ത് മരണപ്പെട്ട ഷാജി എന്ന് പറയുന്ന സഹോദരൻ, മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലുള്ള തട്ടുപറമ്പിലുള്ള ഷാജി എന്ന സഹോദരൻ, ഒരൊറ്റ വീഡിയോ, ഒരൊറ്റ ക്ലാസ് മുടങ്ങൂല. ഇവന് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസം മുടങ്ങാതെ കാണുന്ന സഹോദരനാ. ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ള പുറത്തു കൊടുക്കട്ടെ. ഇന്ന് ഖബറിലാണ്. ഒന്ന് ചിന്തിക്കിൻ. അള്ളാഹു നമുക്കൊക്കെ ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും അള്ളാഹു ഭാഗ്യം തരുന്നതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബിന്റെ നമ്മൾ എത്രയോ 11 മാസങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്തു. ഈ പരിശുദ്ധമായ റജബ് വരുന്നു, അത് കഴിഞ്ഞ് ഇനി ഷഅബാൻ വരുന്നു, റമളാൻ, അതിലേക്ക് മഹത്വം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട, മഹാരഥന്മാർ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മുജറബായ അവർക്ക് അനുഭവമുണ്ടായ അമലുകളുള്ള ഈ ദുആകളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ, ചില ആളുകളൊക്കെ ചോദിക്കും, ഇത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യമല്ലേ, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യമല്ലേ. നല്ല കാര്യങ്ങൾ നമ്മളത് ചെയ്യുക തന്നെ വേണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെല്ലാം പതിവാക്കുക. വരും ദിവസങ്ങളിൽ ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. റജബ് നമുക്ക് അജബേറിയ റജബ് നമുക്ക് അത്ഭുതത്തിന്റെ മഹാത്ഭുതമായി ജീവിതത്തിന്റെ ഒരു മുതൽക്കൂട്ടാക്കി റജബ് നമുക്ക് മാറ്റണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ നിയ്യത്ത് വെക്കണം ഇൻഷാ അല്ലാഹ്. ഈ റജബ് പടച്ചവനെ, എന്റെ ആയുസ്സിൽ കഴിഞ്ഞു പോയ
റജബ് പോലെയാകരുത്. ഈ റജബിനെങ്കിലും എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ 1% ബാക്കി പോട്ടെ, 1 കടുക് മണിയോളമെങ്കിലും എനിക്ക് സ്ഥാനമുണ്ടാക്കി എടുക്കണം എന്ന് കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ റജബെങ്കിലും എനിക്ക് നന്നാകണം. ഈ റജബിൽ എനിക്ക് ഒരുപാട് അമൽ ചെയ്യണം, ഈ റജബിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കും. ആ നിയ്യത്ത് കൊണ്ട് റബ്ബ് നന്നാക്കി തരും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങളുടെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ബദറിൻ തീരം എന്ന ഈ നമ്മുടെ ചാനലും വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തുമുള്ള പ്രധാനിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിലാണ് പ്രതീക്ഷ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ദുആകൾ സാധുവിനെ മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ്, വാപ്പ അൽഹംദുലില്ലാഹ് ചില രോഗവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ ദുആരക്കണം. അതുപോലെ എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ പറയാൻ കാര്യം റജബ് ദുആക്ക് ഇജാബത്തുള്ള നിമിഷങ്ങളാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മച്ചമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ മറക്കല്ല ഈ സാധുവിനെ നിങ്ങൾ ദുആരക്കണം. അൽഹംദുലില്ലാഹ് ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലുള്ളവരും ബദറിൻ തീരം എന്ന ചാനലിലുള്ളവർ ഒരു കുടുംബമാണ്. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച കുടുംബമാണ്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.